സോർക്രാട്ട് അഥവാ ക്യാബേജ് ഉപ്പിലിട്ടത് നമ്മളെന്തിനാണ് കഴിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കുടലിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട്, അതായത് ഗട്ട് ഹെൽത്ത് നിലനിർത്താനും അത് എൻഹാൻസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ പ്രോബയോട്ടിക് ടൈപ്പ് ഫുഡ് നമ്മൾ കഴിക്കുന്നത്. നമ്മുടെ ഡൈജഷൻ ശരിയാവാനും എല്ലാ രീതിയിലും അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഫെർമെൻറ്റ് ചെയ്തെടുക്കുമ്പം അതിൽ നല്ല ബാക്ടീരിയാസ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ്ഡ് ആവുകയും അത് നമ്മളുടെ ഗട്ടിൻ്റെ ഹെൽത്തിനെ വളരെയധികം സഹായിക്കുകയും ചെയ്യും. ഇത് സോർക്രാട്ട് എന്ന് പറയുമ്പം നമ്മൾ ഭയങ്കര പേരാന്നൊക്കെ തോന്നുമെങ്കിലും ഇത് ജസ്റ്റ് ഒരു നമ്മുടെ സാധാരണ നാടൻ ക്യാബേജ് ഉപ്പിലിട്ടതാണ്. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് ഡീറ്റെയിൽഡായിട്ടൊന്ന് നോക്കാം. ഇവിടെ ഞാൻ പർപ്പിൾ ക്യാബേജാണ് എടുത്തിട്ടുള്ളത്. ഒരു 1.5 കിലോ ക്യാബേജുണ്ട്. അപ്പം ക്യാബേജിൻ്റെ അളവിനനുസരിച്ചിട്ട് ഉപ്പിൻ്റെ അളവിനും മാറ്റം വരും. 1/2 കിലോ ക്യാബേജിന് ഒരു 15 ഗ്രാം ഉപ്പാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം 1.5 കിലോ ക്യാബേജ് എന്ന് പറയുമ്പം ഒരു 45 ഗ്രാം ഉപ്പ് ആവശ്യമായിട്ട് വരും. എന്നിട്ട് ഈ ക്യാബേജ് നന്നായിട്ട് കഴുകി നമ്മൾ അത് ചോപ്പ് ചെയ്തെടുക്കണം. നീളത്തിലോ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചോപ്പ് ചെയ്യാം. അതായത് നമുക്കത് കഴിക്കാൻ പറ്റണം. ഒരുപാട് ലെങ്തിയൊക്കെ ആയിക്കഴിഞ്ഞാൽ കഴിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നമ്മളുടെ ഒരു കൺവീനിയൻസ് അനുസരിച്ച് നമ്മുടെ സൗകര്യത്തിന് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. കുറച്ചുകൂടി വലിപ്പമുള്ള പാത്രത്തിലേക്ക് ക്യാബേജ് ഉപ്പ് അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ക്യാബേജ് ഉപ്പ് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊണ്ടിരിക്കണം. നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന പാത്രങ്ങളും കത്തികളും എല്ലാം തിളപ്പിച്ച വെള്ളത്തിൽ കഴുകിയിട്ട് വേണം എടുക്കാനായിട്ട്. ക്യാബേജായിട്ട് ടച്ച് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ തിളപ്പിച്ച വെള്ളത്തിൽ കഴുകിയെടുക്കണം. മിക്സ് ചെയ്ത് വെച്ച ക്യാബേജ് ഒരു കുഴിയൻ മൂടി, അതായത് ആ ക്യാബേജായിട്ട് ടച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മൂടി, അതായത് മൂടി ആ പാത്രത്തിലേക്ക് അരിഞ്ഞു വെച്ച ക്യാബേജിൻ്റെ പാത്രത്തിലേക്ക് ഇറങ്ങുന്ന രീതിയിലുള്ളൊരു മൂടി അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഭാരമുള്ള വസ്തു കയറ്റി വെച്ച് ഒരു 4 മണിക്കൂർ 4-5 മണിക്കൂർ നമ്മൾ കൗണ്ടർ ടോപ്പിൽ തന്നെ അത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അങ്ങനെ ക്യാബേജിൽ നിന്ന് 4 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ ക്യാബേജിൽ നിന്ന് ഇങ്ങനെ ജ്യൂസൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടാവും. അതായത് അത് 1.5 കിലോ ക്യാബേജ് വലിയ പാത്രത്തിലാണ് വെച്ചെങ്കിലും ഇപ്പോൾ നോക്കുമ്പോൾ അത് നന്നായിട്ട് ചുരുങ്ങി വളരെ ചെറിയ ക്വാണ്ടിറ്റി ആയിട്ടുണ്ടാവും. അപ്പം നമുക്ക് അത് തിളപ്പിച്ചാറ്റ വെള്ളം വെച്ച് കഴുകിയ കുപ്പിയിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് അതിലേക്ക് അത് മുങ്ങി നിൽക്കുന്നത് വരെ നമ്മൾ തിളപ്പിച്ചാറ്റ വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ മുകളിലേക്ക്. അപ്പം പൂപ്പല ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മോൾഡൊക്കെ ഫോം ചെയ്താൽ അത് ചീത്തയായി പോവും. അപ്പോൾ അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മളത് ചെയ്ത് മൂടിയിട്ട് അടച്ചിട്ട് കിച്ചൺ കൗണ്ടർ ടോപ്പിൽ തന്നെ 3-4 ദിവസം വയ്ക്കുക. ഒരുപാട് സമയം വയ്ക്കുമ്പോൾ പുളിപ്പ് കൂടും. അപ്പം നമുക്ക് കഴിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ 3-4 ദിവസം വെച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ ചെറിയ ചെറിയ കുപ്പികളിലാക്കിയിട്ടോ കുപ്പി തന്നെയോ ഫ്രിഡ്ജിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. സോർക്രാട്ട് ഇങ്ങനെ റെഡിയാക്കിയത് നമുക്ക് എല്ലാ ദിവസവും ഊണിനൊപ്പം 1 കപ്പ് വീതം കഴിക്കുവാണെങ്കിൽ നല്ലൊരു പ്രോബയോട്ടിക് ആയിട്ടുള്ള ആഹാരമാണ്. വേറെ സപ്ലിമെൻ്റ് ഒന്നും നമ്മൾ പ്രോബയോട്ടിക് എന്ന് പറഞ്ഞ് എടുക്കേണ്ട കാര്യം ഉണ്ടാവില്ല. അപ്പോൾ ഡെയിലി അത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുവാണെങ്കിൽ വളരെ നല്ലതാണ് നമ്മുടെ കുടലിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട്. അപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം, ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ. താങ്ക് യു.